ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോ ഒരു മാസ്കിൻ്റെ വീഡിയോ ആണ്. ഇതൊരു സ്പെഷ്യൽ മാസ്ക് ആണ്. നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള ടൈപ്പ് മാസ്ക് അല്ല. ഇതിനെ ഞാൻ ചെയ്തിരിക്കുന്നത് സ്റ്റിക്കർ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസ്ക് നമുക്ക് വെയർ ചെയ്യാനും പെട്ടെന്ന് റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഹിജാബ് ധരിക്കുന്നവർക്കും അതുപോലെ തന്നെ മക്കനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്കുമാണ്. നമുക്കിത് ജസ്റ്റ് ഒരു നിക്കാബ് യൂസ് ചെയ്യുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് വെയർ ചെയ്യാനും അതുപോലെ റിമൂവ് ചെയ്യാനും പറ്റും. നമ്മൾ ഇതുവരെ കാണുന്ന മാസ്കുകളെല്ലാം ഒന്നുകിൽ കെട്ടുള്ളതും മറ്റേത് ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ടുമായിരിക്കും. ഇലാസ്റ്റിക് ബാൻഡ് ഉള്ളത് രണ്ട് ചെവിയിലൂടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ സ്കാർഫോ അല്ലെങ്കിൽ ഹിജാബോ ഇടുകയാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും അത് ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മാസ്ക്. നമ്മൾ ഹിജാബ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ തലയിലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യില്ല, അതിന് ശേഷമാണ് നമ്മളൊന്ന് റോൾ ചെയ്യുക. ആ റോൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് മാസ്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ മാസ്കിൻ്റെ പുറം ഭാഗം ഒന്നും കാണില്ല എന്ന് മാത്രമല്ല, പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്കാർഫുമായിട്ട് അത് ജോയിൻ്റ് ചെയ്തിട്ട് പോവും. ഇനി അതല്ല, നമ്മൾ സ്കാർഫ് മുഴുവനായിട്ടും ചുറ്റിയിട്ട് അതിന് മുകളിൽ വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അത് ജസ്റ്റ് ഒരു നിക്കാബ് വെയർ ചെയ്തതുപോലെ മാത്രമേ തോന്നുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് സലഫി മക്കനയുടെ ഒക്കെ കൂടെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ക്ലോത്താണ്. ഏത് തരം ക്ലോത്തും നമുക്ക് എടുക്കാം. കോട്ടൺ ക്ലോത്തിനേക്കാളും നല്ലത് പർദ്ദയുടെയോ മറ്റ് അതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും ഒരു ക്ലോത്താണ് കേട്ടോ. അതിനുശേഷം ഞാനിതിൻ്റെ അളവ് കാണിച്ചു തരാം. ഇതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 12 ഇഞ്ചിലാണ്. നമുക്ക് 12 ഇഞ്ച് ഇറക്കമുള്ളതും അതുപോലെ തന്നെ ഇതുപോലെ ഇതിൻ്റെ നീളം 10 ഇഞ്ചാണ് കേട്ടോ നമുക്ക് വേണ്ടത്. 10 ഇഞ്ച് നീളത്തിലും അതുപോലെ തന്നെ 12 ഇഞ്ച് ഇറക്കത്തിലുമാണ് നമ്മളിപ്പോൾ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നേരെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, നീളം രണ്ടായി ഫോൾഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ചാണ് വരിക. അപ്പോൾ 6 ഇഞ്ചായ രണ്ട് ഭാഗമായിട്ട് നമ്മൾ മടക്കിയിട്ട് ഇതിൻ്റെ 4 വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ 4 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു പീസ് എടുക്കാം. ആ പീസ് 1.5 ഇഞ്ച് വീതിയാണ്. നീളം നമ്മൾ നേരത്തെ എടുത്ത ആ ബ്ലാക്ക് ക്ലോത്തിൻ്റെ അളവിലുള്ള നീളമാണ് എടുക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു ക്ലോത്തിൻ്റെ, അതായത് ആ വൈറ്റ് ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ബ്ലാക്ക് ക്ലോത്ത് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേ അളവിലുള്ള മറ്റൊരു പീസ് അതിൻ്റെ നെക്സ്റ്റ് സൈഡിൽ വെച്ച് കൊടുക്കാം. അതായത് മുകളിലും താഴെയും നമുക്ക് ഈ വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ ഒരു പൈപ്പിംഗ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇപ്പം നമ്മളത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ സ്റ്റിച്ചിങ് പോയിൻ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് തിരിച്ചിടാം. കണ്ടോ, ഇതുപോലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. ഒരു അര ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒരു അര ഇഞ്ച് കൂടി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ പിറകു വശത്തേക്ക് ആ വൈറ്റ് പീസൊന്നും കാണാൻ പാടില്ല കേട്ടോ. കറക്റ്റ് ഇതുപോലെ അര ഇഞ്ച് മടക്കി വീണ്ടും ഒരു അര ഇഞ്ച് കൂടി മടക്കിയിട്ട് ആ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാലൻസ് ഉള്ള ആ വൈറ്റ് ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ജസ്റ്റ് ചെറിയ ചെറിയ ഫ്രില്ലാക്കി എടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ആ ഒരു എഫക്റ്റ് കിട്ടൂ കേട്ടോ. വളരെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിടാൻ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ തൊട്ടപ്പുറമുള്ള ആ ഒരു സൈഡും എങ്ങനെയാണോ നമ്മൾ ഇപ്പുറം ഫ്രില്ലെടുത്തത് അതുപോലെ തന്നെ തൊട്ടപ്പുറമുള്ള സൈഡിലും കറക്റ്റായിട്ട് ഫ്രില്ലെടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പം നമ്മൾ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പീസ് ക്ലോത്ത് എടുക്കാം. കണ്ടോ, ഇതുപോലെയുള്ള ഒരു പീസാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ നീളവും വീതി എത്രയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, 4.5 ഇഞ്ച് ഇറക്കവും അതുപോലെ തന്നെ നീളം 8 ഇഞ്ചാണ് കേട്ടോ. ഈ ഒരു അളവിൽ വരുന്ന ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കറക്റ്റ് ഇതിൻ്റെ നല്ല വശത്ത് നമ്മുടെ മാസ്കിൻ്റെ നല്ല വശവും വെക്കുക. അതായത് നമ്മളിപ്പോൾ വൈറ്റ് പൈപ്പിംഗ് ചെയ്തില്ല, ആ ഒരു പീസ് വെക്കുക. അത് വെക്കുമ്പോൾ ഒരു സൈഡിൽ 1 ഇഞ്ച് വ്യത്യാസം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 1 ഇഞ്ച് വിട്ടിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് നന്നായി സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിനെ ഒന്ന് നിവർത്തിയിടാം. കണ്ടോ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു സൈഡിലെ നമ്മൾ 1 ഇഞ്ച് വിട്ടില്ലേ, ആ ഒരു സൈഡ് നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് അവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും ആ ഒരു മാസ്കിൻ്റെ ആ ഒരു ഭാഗവും തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന വിധം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നമ്മളിപ്പോൾ. ഇനി ചെയ്യേണ്ടത് ഈ മാസ്കിൻ്റെ വള്ളിയുടെ ഏറ്റവും താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ മുകൾ വശത്തു നിന്ന് വേണം കേട്ടോ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നേരെ താഴ്വശത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തുക. അതായത് ഇതിൻ്റെ 4 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ മാസ്കിൻ്റെ മറ്റേ സൈഡിലേക്ക് വള്ളി വേണം. അത് നേരത്തെ നമ്മൾ എടുത്തതുപോലെ 8 ഇഞ്ച് നീളത്തിലല്ല വേണ്ടത്. ഇതിൻ്റെ നീളം കുറച്ച് കൂടുതലാണ് എടുക്കേണ്ടത്. ഒരു 10 ഇഞ്ച് നീളത്തിൽ നമുക്ക് എടുക്കാം. ഇറക്കം നമ്മൾ നേരത്തെ എടുത്തതുപോലെ 4.5 ഇഞ്ച് തന്നെയാണ് ഇറക്കം എടുക്കേണ്ടത്. പക്ഷെ നീളം മാത്രം കുറച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. ആ ഒരു നീളക്കൂടുതൽ മാത്രമേ ഈ ഒരു വള്ളിക്ക് വ്യത്യാസമുള്ളൂ. നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ 1 ഇഞ്ച് വിട്ടിട്ട് 2 വശവും ഫോൾഡ് ചെയ്ത് സെയിം നേരത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് മുഴുവനായും യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഇതിൽ ചെയ്യാനുണ്ട്. ഇതിന് നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു സ്റ്റിക്കർ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. മീറ്റർ കണക്കിന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു 3 ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വാങ്ങാൻ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ പഴയ നിക്കാബിൻ്റെ ഒക്കെ പിറകിലുണ്ടാവും ഇതുപോലുള്ള സ്റ്റിക്കർ. അത് നമുക്ക് പറിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ ഞാനിപ്പോൾ 3 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസിനെ 2 ആക്കിയിട്ട് നമ്മൾ നീളം കുറച്ച് ചെയ്തില്ലേ അതിൻ്റെ നല്ല വശത്ത് ഒരു പീസ് വെക്കുക. നീളം കൂട്ടി ചെയ്തതിൻ്റെ മോശം വശത്ത് മറ്റേ പീസും വെക്കുക. കണ്ടോ, കറക്റ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാനും പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സ്കാർഫിൻ്റെ മുകളിലും അതുപോലെ മക്കനിയുടെ മുകളിലൊക്കെ വളരെ കംഫർട്ടബിളായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഡബിൾ കളറിലാണ്. പക്ഷേ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് മുഴുവനായിട്ടും ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. പർദ്ദ ക്ലോത്തിലാണ്. പൈപ്പിംഗ് അടക്കം ഞാൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ക്ലോത്തിലാണ്. ഈ ഒരു ഫേസ് കവറാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഏതിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ പർദ്ദയുടെയോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെയോ അതേ കളറിലുള്ള ഫേസ് കവറും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും വീഡിയോ ചെയ്തിട്ട് ഇതുവരെ ഞാൻ പറയാത്ത ഒരു കാര്യം, നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 5 മിനിറ്റ് മാത്രമേ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടതുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുക. അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാസ്കാണിത്. ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെ പറയുന്നതാണ്. ഞാൻ കയറുള്ളതും അതുപോലെ തന്നെ ഇലാസ്റ്റിക് ഉള്ളതൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പുറത്ത് പോകുമ്പോൾ. ഇപ്പോൾ പല ആവശ്യത്തിനും പുറത്ത് പോവേണ്ടി വരുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു മാസ്ക് ചെയ്തതിന് ശേഷം എനിക്ക് വളരെയധികം കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പർദ്ദയൊക്കെ സ്റ്റിച്ച് ചെയ്ത് പുറത്തോട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു മാസ്ക് കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരുടെ അഭിപ്രായവും കൂടി അറിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല വരുമാനവും കൂടി കിട്ടും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോവുമായിട്ട് നെക്സ്റ്റ് ടൈം പെട്ടെന്ന് വരാം കേട്ടോ. അതുവരെ ബൈ, ടേക്ക് കെയർ.